بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 84, 85 ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. മൻ ജാഅ ബിൽ ഹസന, ഇവിടെ മൻ എന്ന പദത്തിലെ സാക്കിനത്തായ നൂൻ ശേഷം ജീമാണ് വന്നിട്ടുള്ളത്. ജീം എന്നാൽ ഇഖ്ഫാഇൻ്റെ 15 ഹർഫുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നൂനിനെ അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിക്കുക, ഇതാണ് അതിൻ്റെ ഹുക്ം. ഇഖ്ഫാ അതിൻ്റെ കൈഫിയ പ്രകാരമാണ് ഇഖ്ഫാ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നൂന് ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അതിൻ്റെ മോണയിൽ പൂർണ്ണമായും സ്പർശിക്കാതെ അല്പം നാവിനെ അകറ്റി വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി, അതിനാണ് ഇഖ്ഫാ എന്ന് പറയും. നൂനിൻ്റെ ഉച്ചാരണത്തിൽ ഖൈശൂം നിർബന്ധമാണ്. മണിക്കലിൽ ഖൈശൂമാണല്ലോ ഉന്നത്തിൻ്റെ മഖ്റജായിട്ടുള്ളത്, അഥവാ മൂക്കിൻ്റെ മുകൾ ഭാഗം, തരിമൂക്ക് എന്ന് പറയും. ആ ഭാഗം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഉന്നത്ത് മണിക്കുക എന്ന അവസ്ഥ കിട്ടുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മൂക്കടച്ചു വെക്കുകയോ അല്ലെങ്കിൽ അസുഖം കാരണം അവിടെ തുറസാവാതെ അടഞ്ഞു കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ മണിച്ചുകൊണ്ട് ശരിയായ വിധത്തിൽ നൂനും മീമും ഉച്ചരിക്കുവാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് നൂനിനും മീമിനുമുള്ള പ്രത്യേകതയാണ് ഖൈശൂം അതിൽ പങ്കുചേരുന്നു എന്നത്. അപ്പോൾ എന്ന് അവ്യക്തമാക്കി മണിക്കുക, മൻ എന്ന് ക്ലിയർ ആക്കുക. മൻ ജാഅ എന്ന് പറയുമ്പോൾ അതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. മദ് മുത്തസിൽ വാജിബ് നിർബന്ധമായും 4 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഇവിടെ അലിഫാണ്, അലിഫും വാവും യാവും ഒക്കെ വരാം. ഒറ്റ പദത്തിലായി ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഈ ദീർഘത്തിൻ്റെ പേരാണ് മദ് മുത്തസിൽ വാജിബ്. വാജിബ് എന്ന് പറയാനുള്ള കാരണം എല്ലാ ഖുർആകളും ഇതിൽ ഏകാഭിപ്രായക്കാരാണ്. ഇമാം ഇബ്നുൽ ജസരി പറയുന്നു, മുത്തസിലിനെ ഒഴിവാക്കി ദീർഘം ഒഴിവാക്കിക്കൊണ്ട് ഖസ്ർ ചെയ്യുന്ന ഒരു ഖാരിഇനെയും കാണുവാൻ സാധിച്ചിട്ടില്ല. എല്ലാ ഖുർആകളും മുത്തസിലിനെ ദീർഘിപ്പിക്കുന്നവരാണ് എന്ന്. അപ്പം അതുകൊണ്ട് തവസ്സുത്ത് എന്ന് പറയുക 4 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം. ഫുവൈഖ തവസ്സുത്ത് എന്ന് പറയും, അതിനേക്കാളും അല്പം എന്ന് വെച്ചാൽ 5 ഹറക്കത്ത്. 5 ഹറക്കത്തിൻ്റെ അളവിൽ, 5 മാത്ര എന്ന് മലയാളത്തിൽ പറയാം. ഒരക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനാണ് മാത്ര എന്നത്. 5 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ് ഏറ്റവും കൂടുതൽ. അതിൽ കൂടുതൽ ആവശ്യമില്ല. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘം നൽകൽ നിർബന്ധമാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ബിൽ ഹസനതി, ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യമാണ് ഹാഇൻ്റെ മഖ്റജ്, അവിടെ നിന്ന് വ്യക്തമായി ഹാ ഉച്ചരിക്കണം. ബിൽ ഹസനതി ഫലഹു, ഫലഹു എന്നതിലെ ഹാ ദ്വമീർ മദ്ദുസ്സിലത്തി സുഗ്റ എന്ന ദീർഘം നൽകി. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം അവിടെയും ദീർഘിപ്പിക്കണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ ദീർഘം ഉണ്ടാവുകയില്ല. ഫല എന്ന് ഹായിന് സുക്കനായിരിക്കും. ഫലഹു ഖൈറും മിൻഹാ, ഖൈറുൻ
ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് തഫ്ഖീം ചെയ്യുക എന്നതാണ് ഖാഇന് വേണ്ടത്. തടിപ്പിച്ച് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഇനെ ഉച്ചരിക്കണം. ഖാഇൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. അദ്നൽ ഹൽഖ് എന്നതാണ് ഖാഇൻ്റെ മഖ്റജ്. ഏറ്റവും മേലെ, തൊണ്ടയുടെ മേലെ അറ്റം, നാവ് അവസാനിച്ച് തൊണ്ട ആരംഭിക്കുന്ന അവിടെ. ഖാഫ് അതിൻ്റെ മഖ്റജ് നമുക്കറിയാം, അത് അഖ്സൽ ലിസാനാണ്, നാവിൻ്റെ അങ്ങേയറ്റമാണ് ഖാഫ്. അത് കഴിഞ്ഞാൽ ഉടനെ ഖാഇൻ്റെയും ഗൈനിൻ്റെയും മഖ്റജ് ആരംഭിക്കുന്നു തൊണ്ടയുടെ മേലെ അറ്റം. അവിടെ നിന്ന് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാ. ഖാഇൻ്റെ ഉച്ചാരണത്തിൽ ഷഹീർ വരരുത് എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഷഹീർ എന്നാൽ നമ്മളിങ്ങനെ കൂർക്കമ്പലി ശബ്ദം വരും, എന്നുള്ള, അത് യഥാർത്ഥത്തിൽ മഖ്റജിൽ നിന്ന് മുന്നോട്ടാണത് ആ അവസ്ഥ വരുന്നത്. അങ്ങനെ ഉണ്ടാവരുത്. ഈ ഖാഇൻ്റെ ഉച്ചാരണം മഖ്റജിൽ ഒതുങ്ങി നിൽക്കണം. ഖാ എന്ന ആ ശബ്ദം. ഖൈറും മിൻഹ, റായിനും തഫ്ഖീം കൊടുക്കണം. ഖൈറും, റായിന് തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം കൊടുക്കുക. തൻവീൻ, റായിൻ്റെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഖൈറും മിൻഹ, ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻഹ എന്ന് പറയുമ്പോൾ സാക്കിൻ താനൂനും ശേഷം ഹാഉമുണ്ട്. അവിടെ ഇൽഹാർ ഹൽക്കിയാണ്. ഇൽഹാർ ഹൽക്കി, നൂനിനെ വെളിവാക്കണം. ഫലഹു ഖൈറും മിൻഹ, അവിടെ വഖഫ് ചെയ്യുമ്പോഴും വസ്ലിലായിരുന്നാലും ഒക്കെ ആ അലിഫിന് രണ്ട് ഹർക്കത്തിൻ്റെ അളവിൽ കൂടുതൽ ദീർഘം കൊടുക്കരുത്. മിൻഹ എന്ന് കൂടുതൽ നീട്ടിക്കൊണ്ട് നിർത്തരുത്, മറിച്ച് മിൻഹ അത്ര മതി. വീണ്ടും വമൻ ജാഅ, നേരത്തെ വന്ന അതേ പദം തന്നെ ആവർത്തിക്കുന്നു. സാക്കിൻ താനൂനും ശേഷം ജീമും. ഇഖ്ഫാ ഹഖീഖി, മറച്ചു മണിച്ച് ഉച്ചരിക്കുക. ഹഖീഖി എന്ന് പറയാൻ കാരണം 15 ഹർഫുകളുടെ മുമ്പിലും ഈ നിയമം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഹഖീഖി എന്ന പേര് പണ്ഡിതന്മാർ അതിന് നൽകിയത്. ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സ, എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ് ഇതുവരെ വായിച്ച. ഇതിലൊന്നിലും തന്നെ തഫ്ഖീം വരുന്നില്ല, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് ശ്രദ്ധിക്കുക. ജാഅ, ജാഅ എന്ന് പറയരുത്. വല്ലാതെ ചരിച്ചുകൊണ്ട് ജേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സ, യുജ്സ എന്ന് പറയുമ്പോൾ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഫലാ യുജ്സല്ലദീന അമിലുസ്സയ്യിആത്ത്, യുജ്സ എന്ന് അവിടെ അലിഫുണ്ട്, അലിഫ് മഖ്സൂറാണ്. ആ അലിഫ് ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കപ്പെടുകയാണ്. ഉച്ചാരണത്തിൽ നിന്നും ചേർത്ത് വായിക്കുമ്പോൾ കളയപ്പെടുന്നു. ഫലാ യുജ്സല്ലദീന അമിലൂ എന്ന വാവും ചേർത്ത് വായിക്കുന്ന കാരണത്താൽ ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കപ്പെടുന്നു. വഖഫ് ചെയ്യുകയാണെങ്കിൽ ആമിലൂ എന്ന് വാവിന്മേൽ ദീർഘം നൽകി വഖഫ് ചെയ്യണം. ഫലാ യുജ്സല്ലദീന അമിലുസ്സയ്യിആത്ത്, അപ്പോൾ അവിടെ ഫലാ യുജ്സ എന്നാണ് നിർത്തുക. വഖഫ് ചെയ്യാണ് യുജ്സ എന്ന അലിഫ്. അതുപോലെ അമിലൂ എന്ന് വാവും നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുമ്പോൾ, ചേർത്തോതുമ്പോൾ ഫലാ യുജ്സല്ലദീന അമിലുസ്സയ്യിആത്തി ഇല്ലാ മാ കാനൂ യഅമലൂൻ. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് വ്യക്തമായി മൊഴിഞ്ഞുകൊണ്ടായിരിക്കണം. അസ്സയ്യിആത്തി, ഹംസ, ചിലർ സയ്യാത്തി എന്ന് ഹംസ കേൾപ്പിക്കാണ്ട് അങ്ങനെ അവ്യക്തമാക്കി പറയും, അതൊക്കെ തെറ്റാണ്. എല്ലാ അക്ഷരങ്ങൾക്കും വമൻ ജാഅ മുതൽ ഇതുവരെയും എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഒന്നും തന്നെ
ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരം ഇല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യഅമലൂൻ, യഅമലൂൻ ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് മൊഴിയണം. ഐനിന് തവസ്സുത്ത് എന്ന സിഫത്തുണ്ട്. യഅമലൂൻ. ഇന്നല്ലദീ ഫറദ, ഫറദ, ഇന്ന നൂൻ മുശദ്ദദയെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. കൂടുതൽ മണിക്കേണ്ട ആവശ്യമില്ല. അല്ലദീ ഫറദ, റാഇനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് പറയണം. ഫറദ എന്ന് മലയാളത്തിലെ റാ പറയാൻ പറ്റുകയില്ല. റാ, റാ എന്ന തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് റാഇന് കൊടുക്കേണ്ടത്. ദ്വാദിനും തഫ്ഖീമാണ്. ദ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ ഒന്നാണ്, 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. എന്നതാണല്ലോ ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ. അതിലൊന്നാണ് ദ്വാദ്. ഇത്ബാഖ് എന്ന സിഫത്തുണ്ട്. ഇസ്തിതാല എന്ന പ്രത്യേകമായ ഒരു സിഫത്ത് ദ്വാദിന് മാത്രമുണ്ട്. കാരണം ദ്വാദ് നാവിൻ്റെ സൈഡ് നീളത്തിലാണ് മഖ്റജ് എന്നതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു സിഫത്ത് പ്രത്യേകമായിട്ടുള്ളത്. അരുനീളത്തിൽ എന്ന് പറയാറുണ്ട്. സൈഡ് മൊത്തത്തിൽ മുന്ന് മുതൽ പിന്നു വരെയും ദീർഘത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. അത് ഇടതുവശത്ത് നിന്നാണ് വരേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഫറദ, ഫറദ എന്നാൽ വലതുവശത്ത് നിന്ന് വേണമെങ്കിൽ അങ്ങനെയാവാം. 2 വശത്തു നിന്നും കൂടിയും ആകാം. അങ്ങനെയും ദ്വാദ് ഉച്ചരിക്കാം. എന്നാൽ ഏറ്റവും നല്ലത്, ഉത്തമമായിട്ടുള്ളത്, എളുപ്പവും ഇടതുവശത്ത് മേലെ അണപ്പല്ലിനോട് ചേർത്തുകൊണ്ടാണ്. ഫറദ, ഫറദ അലൈക, ഫറദ അലൈക. ഒരു കാരണവശാലും ദ്വാദ് നാവിൻ്റെ മുന്നിൽ നിന്ന്, നാവിൻ്റെ അഗ്രവും മേലെ പല്ലും ചേർത്ത് ഫറല്ല, ഫറല്ല എന്ന് പറയരുത്. അങ്ങനെ ഒരക്ഷരം മലയാളികൾക്ക് മാത്രമുള്ളതാണ്. അറബി ഭാഷയിൽ അങ്ങനെ ഒരു അക്ഷരമില്ല. തെറ്റാണ്. വലല്ലാലിൻ എന്നൊന്നും പറയരുത്. ഒക്കെ ഇന്നു മുതൽ തിരുത്തുക. ഫറദ, ഫറദ, ഫറദ അലൈക. ഐന് സൂചിപ്പിച്ചു വ്യക്തമായി മഖ്റജിൽ നിന്ന്. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. അലൈക്കൽ ഖുർആന, അൽ ഖുർആന, ഖുർആൻ. ഖാഫ് വ്യക്തമായി അഖ്സൽ ലിസാൻ എന്ന അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ അങ്ങേയറ്റം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഖാഫ്. തടിപ്പിച്ച് പറയണം. റാഇനും തഫ്ഖീമാണ്. അൽ ഖുർആൻ, ഖുർആൻ അല്ല ഖുർആൻ. അൽ ഖുർആന ലറാദ്ദുക. അവിടെ റാഇനും ശേഷം അലിഫിനും തഫ്ഖീമാണ്. ആ അലിഫിൻ്റെ ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ നൽകൽ നിർബന്ധമാണ്. മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. മദ് ലാസിമാണ്. ലാസിം എന്നാൽ സ്ഥിരപ്പെട്ട സുക്കൂൻ. വഖഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ദീർഘാക്ഷരത്തിന് ശേഷം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ആ ദാലിൽ സുക്കൂനാണല്ലോ നമ്മൾ ഉച്ചരിക്കുന്നത്. അതിൽ ഷദ്ദ് കൂടി ഉള്ളത് കൊണ്ടാണ് മുസഖൽ എന്ന് കൂടുതൽ പേര് പറയുന്നത്. കലിമി ഒരു പദമാണ് എന്നതുകൊണ്ടാണ് കലിമി എന്നും പറയുന്നത്. കാരണം ഹർഫിയും ഉണ്ട്. തൊട്ട് താഴെ നിങ്ങൾ നോക്കുക, സൂറത്തുൽ അൻകബൂത്തിൻ്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം. ഇത് ഹർഫിയാണ്, ലാസിം ഹർഫിയാണ്. അതുകൊണ്ടാണ് ഇവിടെ കലിമി എന്ന് വേർതിരിച്ച് പ്രത്യേകം പറയുന്നത്. അപ്പം അങ്ങനെ ഹർഫിലും വരുന്നത് കൊണ്ട് രണ്ടും വേർതിരിച്ച് പറയണം. ഒന്ന് ഹർഫി, മറ്റത് കലിമി. ഇവിടെ ലറാദ്ദുക എന്ന് പറയുമ്പോൾ 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാ ചെയ്യാൻ ദീർഘം നൽകൽ നിർബന്ധമാണ്. മദ് ലാസിം മുസഖൽ കലിമി. ഇലാ മആദ്, ഇലാ മആദ്. മആദ് എന്ന് അവസാനിപ്പിക്കുമ്പോൾ ദാലിൽ ഖൽഖല കുബ്ര നൽകണം. വഖഫിന് വേണ്ടി ദാലിന് സുക്കൂൻ വരുന്നു. ഈ ദാലിനെ വ്യക്തമായി ശബ്ദം ചലിപ്പിച്ച് കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. മആദ് ദ് എന്ന് കേൾക്കണം. ഈ ഉച്ചാരണത്തിനാണ് ഖൽഖല കുബ്ര എന്ന് പറയുന്നത്. കാരണം വഖഫിൻ്റെ സന്ദർഭമാണ്, അവസാനിക്കുകയാണ്. ശേഷം മറ്റൊരു ശബ്ദം വരുന്നില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഖൽഖല കുബ്ര എന്ന് പേര് നൽകുന്നത്. ഖുൽ റബ്ബി എന്നതിൽ ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ആ ലാമിനെ പൂർണ്ണമായും ശേഷമുള്ള റായിലേക്ക് ലയിപ്പിച്ച് ലാമിൻ്റെ ശബ്ദം അല്പം പോലും ഇല്ലാതെ റാഹ് ഷദ്ദുള്ള റാഹ് മാത്രം ഉച്ചരിക്കുക. അപ്പോൾ
ഖുർ റബ്ബി എന്നാണ് ഉച്ചരിക്കുക. റബ്ബി അഅലം, അവിടുത്തെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ റബ്ബി എന്ന യാഇനെ ദീർഘിപ്പിക്കേണ്ടതാണ്. നമ്മുടെ റിവായത്ത് പ്രകാരം നാം പാരായണം ചെയ്യുന്ന ത്വരീഖ് പ്രകാരം ആ മുൻഫസിൽ ദീർഘിപ്പിക്കുക ആണ് വേണ്ടത്. എന്നാൽ മറ്റു റിവായത്തുകളും ഖുർആകളുമൊക്കെ മുൻഫസിലിനെ ഒഴിവാക്കുന്നവരുണ്ട്. നമ്മുടെ ഹഫ്സിൻ്റെ റിവായത്തിൽ തന്നെ മറ്റ് ത്വരീഖ് അനുസരിച്ച് ഒഴിവാക്കുകയും ആവാം. അതിന് ചില ദവാബിത്തുകളുണ്ട്. ആ ദവാബിത്തുകൾ നാം പാലിക്കുമെങ്കിൽ മാത്രമാണ് മുൻഫസിൽ ഒഴിവാക്കുവാൻ നമുക്ക് അനുവാദമുള്ളത്. ആ കാരണത്താലാണ് ജായിസ് എന്നതിന് പേര് പറയുന്നത്. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ദീർഘം നൽകുക എന്നതാണ് ശരിയായ രീതി. അതുകൊണ്ട് ഖുർ റബ്ബി അഅലമു ഹംസ ക്ലിയർ ആക്കി പറയണം. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, അവ്യക്തമാകും പലർക്കും. റബ്ബി റാഹ് തഫ്ഖീം ചെയ്യണം. ഖുർ റബ്ബി അഅലമു മൻ ജാഅ, വീണ്ടും ആ പദം ആവർത്തിക്കുന്നു. നാം തുടക്കത്തിൽ സൂചിപ്പിച്ച സക്കിനത്തായ നൂൻ ശേഷം ജീം ജാഅ എന്നതിലെ മദ് മുത്തസിൽ വാജിബ് എന്ന അലിഫിൻ്റെ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമാണ്. ബിൽ ഹുദ ഹാ ക്ലിയറാക്കി പറയാം. അത് ഹാ പോലെ ഒന്നായി പോകരുത്. ബിൽ ഹുദ വമൻ ഹുവ സക്കിനത്തായ നൂൻ ശേഷം ഹാ ഇദ്ഹാർ ഹൽഖി എന്നതാണ് അവിടുത്തെ നിയമം. വെളിവാക്കി നൂനിനെ ഉച്ചരിക്കുക. വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ളലാൽ എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ദ്വാദിൻ്റെ കാര്യങ്ങൾ തഫ്ഖീം ചെയ്ത് ദ്വാദിനെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ളലാൽ എന്ന് അവൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ ശബ്ദം വരേണ്ടത്. ളലാലിൻ തൻവീനും ശേഷം മീമുമാണ്. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഫീ ളലാലിൻ മുബീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. من جاء بالحسنة فله خير منها ومن جاء بالسيئة فلا يجزى الذين عملوا السيئات إلا ما كانوا يعملون. إن الذي فرض عليك القرآن لرادك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال